എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് മറ്റു രീതിയിലാണ്, സെക്സ് ആ ഒരു രീതിയിലാണ്. അതല്ല ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോഫി ഡേറ്റ് ഉണ്ട്, നമുക്ക് ചുമ്മാ കറങ്ങാൻ വേണ്ടി പോവാം, മൂവി ഡേറ്റ് ഉണ്ട്. അപ്പൊ എല്ലാം ഡേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം അതിലേക്കാണ് ആൾക്കാർ പോയിന്റ് ആയിട്ട് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ പൊതുവെ മലയാളികൾ. അപ്പം നമ്മുടെ ജാസിമോൻ ഇതാരെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധിയുടെ ഒരു ലീക്ഡ് ചാറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിനകത്ത് ആ ഒരു ചാറ്റ് കണ്ടവർക്ക് തന്നെ ഞാനും ആ ഒരു വീഡിയോ റിയാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാറ്റ് കണ്ടവർക്ക് അറിയാം അത് നോർമലി ഉള്ള ഒരു ചാറ്റ് അല്ല. നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു പെണ്ണിനോട് ഒരാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്, ആ ഒരു ടോൺ എന്താണെന്നൊക്കെ നമുക്ക് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ രേണു സുധിയോട് നമുക്കൊന്ന് മീറ്റപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി ചെയ്യാം, കോൺടാക്ട് മൈ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാറ്റ് ലീക്കായി കഴിഞ്ഞപ്പോൾ നമ്മുടെ രേണു സുധി കിടന്ന് ഒൾട്ട കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് രേണു സുധി പറഞ്ഞു, ഇപ്പം എന്നെ വിളിച്ചാൽ ആ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ജാസിക്കുട്ടൻ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം ഗൈസ്. എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കോഫി കുടിക്കണോ, ഷേക്ക് കുടിക്കണോ, ഒരു ഡ്രൈവിന് പോകണോ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണോ, ജസ്റ്റ് മീറ്റപ്പ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവിൽ, നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടില്ല, അത് എൻ്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്, എനിക്ക് ഓർമ്മ. അപ്പം നമ്മുടെ ജാസി പറഞ്ഞ എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആക്ച്വലി രേണു സുധിക്ക് അഭിമാനിക്കാം, ഇത്രയും കൂടെ നിൽക്കുന്ന, എന്ത് തെണ്ടിത്തരവും എന്ത് തൊട്ടിത്തരവും കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു നല്ല ആത്മാർത്ഥ സുഹൃത്ത് നമ്മുടെ രേണു ചേച്ചിക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ രേണു ചേച്ചിക്ക് എന്താ പറയുക പുളകിതമാകാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറി ഗൈസ്. അപ്പം നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇങ്ങനൊരു ചാറ്റ് ലീക്കായി കഴിഞ്ഞപ്പോഴത്തേക്ക് രേണു സുധി ഒന്ന് ഒൾട്ട കളിച്ചതാണ് ഇത്. അതായത് എന്തിനു വേണമെങ്കിലും, ഇനി ഒരു കോഫി കുടിക്കണമെങ്കിൽ പോലും എനിക്ക് മെസ്സേജ് അയച്ചോളൂ, അപ്പം ഞാൻ പറയും എൻ്റെ കോൺടാക്ട് മൈ മാനേജർ. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ഈ വഴിയെ പോകുന്ന ഒരാൾ എന്നാ വാടി നമുക്കൊരു ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു കൂട്ടിന് വരാൻ പറഞ്ഞാൽ ഇവർ പോകുമോ? അത് എന്തൊരു പെണ്ണാണ്, അല്ലെങ്കിൽ എന്തൊരു, എനിക്ക് തോന്നുന്നില്ല ഒരു പെണ്ണും എത്ര ഹൈ ലെവലാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര മോഡേണൈസ്ഡ് ആണെന്ന് പറഞ്ഞാലും, അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് ദിവസമെങ്കിലും നമ്മൾ ഫോണിൽ ഇപ്പം വെളിയിലൊക്കെ ആണെങ്കിൽ ചുമ്മാ ഒരാളുടെ കൂട്ടത്തിൽ നമ്മൾ ചുമ്മാ ഒരാളുടെ കൂട്ടത്തിൽ നമ്മൾ ആരും ഒരിക്കലും പോകത്തില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ സംസാരിച്ചൊന്ന് പരിചയപ്പെട്ട് ഓക്കെ ആകിയെങ്കിൽ മാത്രമേ നമ്മൾ ഡേറ്റിന് പോകുള്ളൂ. അല്ലാതെ എനിക്കറിയില്ല വേറെ ഒരു ഇപ്പം രേണു സുധി തന്നെ പറയുന്നുണ്ട് ഞാനൊരു ഭയങ്കര സെലിബ്രിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് ആയിരിക്കാം, ഇത്രയും ആൾക്കാർക്ക് അറിയാം, ഇത്രയും ഒക്കെ വരുന്നതുകൊണ്ട് മേ ബി നമുക്ക് സെലിബ്രിറ്റി ആണെന്ന് തന്നെ അംഗീകരിക്കാം. എന്നാൽ ഏത് സെലിബ്രിറ്റീസാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതിന് നമ്മളൊക്കെ വേറെ പേരാണ് പറയുന്നത്. സോ എനിക്കത് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ വഴിയെ പോകുന്നവർ എന്നാ ഒന്ന് ചായ കുടിക്കാൻ പോകുന്നോ, എന്നാൽ ഒന്ന് സിനിമയ്ക്ക് പോയാലോ എന്ന് പറയുമ്പോൾ വഴി പോകുന്ന ഏതാളാണെങ്കിലും അവരുടെ കൂടത്തിൽ പോവാറുണ്ട്. എങ്കിൽ കൂടിയും അവർക്ക് ഒരു താല്പര്യമുള്ളവരുടെ കൂടത്തിലല്ലേ അവർ പോകത്തുള്ളൂ, അല്ലാതെ എല്ലാവരുടെയും കൂടെ പോകുമെന്ന് എനിക്കറിയത്തില്ല. സോ അപ്പം രേണു സുധി നമ്മൾ ദുബായിലൊക്കെ പോയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ പറയുക കാപ്പി ഡേറ്റിംഗ്, ചായ ഡേറ്റിംഗ്, ഇനി പുതിയ നമുക്ക് ഡേറ്റിംഗ് ഒക്കെ കൊണ്ടുവരാം. വീട്ടിലെ തുണിയൊക്കെ അലക്കി തരണമെങ്കിലോ, അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ചേട്ടന്മാർക്ക് എന്തെങ്കിലും ഒരു കൂട്ടായിട്ട് വേണമെങ്കിലും നമ്മുടെ രേണു സുധി വരുന്നതായിരിക്കും. സോ അതിന് വേണ്ടി മാനേജറിനെ കണക്ട് ചെയ്തോ. അതിനിപ്പുറം നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കേട്ട് കാണും രേണു സുധി പറയുന്നുണ്ട്, അതായത് ഞാനാണോ ചേട്ടൻ അയച്ചത് പോലും എനിക്ക് അറിയത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇവർ ബോധമില്ലാതാണോ ജീവിക്കുന്നത്? ഇവർ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പം ദിവസം ഇത് മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ എന്ന് പോലും എനിക്ക് അറിയില്ല, ഇത് ഏത് ദിവസമാണ്, ഏതാ ഡേറ്റ്, മാനേജർ വന്ന് ഡേറ്റ് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് അറിയാം. ഇവർ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? ഇവരെന്താ ചത്താണോ ജീവിക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. പൈസ എന്ന് പറയുന്നൊരു സംഭവം മാത്രമാണ് ഇവരെ എയിം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഡേറ്റിങ്ങിന് പോകുന്നു, അങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പൈസ എന്ന് പറയുന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. അത് നേരായ വഴി കൂടെ കിട്ടണോ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇതിൽ കിട്ടണോ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഇതിൽ കിട്ടണമെന്നൊന്നുമില്ല. എനിക്ക് കുറച്ച് പൈസ മതി എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷനൊക്കെ ഓക്കെ, ഇങ്ങനെ ഈ വിളിച്ചുകൊണ്ട് പോകുന്നവന്മാർ എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെ ക്യാരക്ടർ ഉള്ളവന്മാരാണ് ഈ വിളിച്ചുകൊണ്ട് പോകുന്നത്?
ഇപ്പം ഡേറ്റിംഗ് അത്രയ്ക്ക് ഭയങ്കര ഹൈഫൈ ആണ് പുള്ളിക്കാരി ഇപ്പം. അതറിയാമോ നിങ്ങൾക്ക്? ഭയങ്കര ഹൈഫൈയാ, ഭയങ്കര അപ്ഡേറ്റഡ് ആയിപ്പോയി. കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇവരെ എന്തെങ്കിലും ചെയ്താൽ അവർ ജീവിച്ചോട്ടെ, അവരെ കമൻറ്റ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ്. കാരണം ഇവർ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ ഫാൻസൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരാണ്. പിന്നെ അത് മീഡിയക്കാരൊക്കെ ഇപ്പം കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയെന്ന് തോന്നുന്നു. കുഞ്ഞു പിള്ളേരെന്ന് പറഞ്ഞപ്പോൾ എത്ര പ്രായമുണ്ട്? അല്ല 18 വയസ്സിന് മുകളിലുള്ള കുഞ്ഞി മക്കളാണ് അല്ലെങ്കിൽ കുഞ്ഞി പിള്ളേരാണ് എൻ്റെ ഫാൻസ് എന്ന് പറയുന്നത്. ഇവരാണ് മെയിനായിട്ടും. ലൈക്ക് നമുക്കറിയാം നമ്മുടെ ആറാട്ടണ്ണൻ ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും നെഗറ്റീവ് ആണെങ്കിലും എനിക്കൊന്ന് പബ്ലിസിറ്റി വേണം, അപ്പോൾ എനിക്ക് പൈസ കിട്ടുമല്ലോ, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ ഒരുപാട് പേരുണ്ട്. അപ്പം ആക്ച്വലി ഞാൻ പറയട്ടെ, ഈ ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒക്കെ കണ്ടവന്മാരുടെ കൂടെ പോയാൽ പൈസ കിട്ടുമല്ലോ. സോ ദ മെയിൻ എയിം പൈസയാണ്. അത് പോസിറ്റീവായിട്ട് വന്നാലും നെഗറ്റീവായിട്ട് വന്നാലും പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്. നമ്മൾ കേട്ടോണ്ടിരുന്നൊരു കാര്യമാണ്, എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കാശ് മുഴുവനും ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, കിച്ചുവായിട്ടുള്ള സംഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടു. അതിനൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു കിച്ചുവിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല എന്നുള്ളത്. സ്വന്തം അമ്മയാണെന്ന് 24 മണിക്കൂറും പറയുന്നുണ്ട്, പക്ഷെ സ്വന്തം മോൻ്റെ നമ്പർ കയ്യിലില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കയ്യിലില്ലേ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചു കിച്ചു വിളിക്കാത്തതിൽ വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ ഒരു റിപ്ലൈ ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഒന്ന് കേൾപ്പിച്ചു തരാൻ കേട്ടോ. കിച്ചു ഇപ്പം വിളിക്കാത്തതിലും വരാത്തതിലൊക്കെ അങ്ങനെ വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഇഷ്ടമാണ് വിളിക്കാതിരിക്കാൻ. വിളിച്ചല്ലോ, ടൈം ഉണ്ടായിരുന്നു, സമയമില്ല, എനിക്കുമില്ല അവനില്ല. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടോ കിച്ചു വിളിക്കാത്തതിൽ? പുള്ളിക്കാരി എനിക്ക് വിഷമമില്ല. സ്വന്തം ആ ചെറിയ കുട്ടിയോട് പോലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? കുറച്ച് റീച്ച് കുറയുമ്പോഴത്തേക്ക് ആ കുട്ടീനെ എടുത്ത് വെച്ചൊരു വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ റീച്ച് കുറയുമ്പോഴത്തേന് സുധിച്ചേട്ടൻ്റെ ഫോട്ടോയും കൊണ്ട് വരുന്നതല്ലാതെ ആ കുട്ടിയുമായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അത്രയും എന്താ പറയുക, ഒരു അമ്മ അല്ലെങ്കിൽ ഈ പറയുന്നത്ര മാതൃവാത്സല്യം ഒന്നും കണ്ടിട്ടില്ല. ഇപ്പം 24 മണിക്കൂർ ഇതിന് മുന്നേ കിച്ചുവിൻ്റെ ഇഷ്യൂ വരുന്നതിന് മുന്നേ കിച്ചുവിനെ വിളിച്ചായിരുന്നു, മറ്റേതായിരുന്നു മറിച്ചതായിരുന്നു. കിച്ചു ആദ്യമായിട്ട് എന്നെ അമ്മയെന്ന് വിളിച്ച എൻ്റെ മോനായിരുന്നു. സോ എനിക്ക് കിച്ചു എൻ്റെ ആദ്യത്തെ മോനാണ്. സ്വന്തം അമ്മയ്ക്ക് മക്കൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം അമ്മ എന്തായാലും വിളിക്കാതിരിക്കാത്ത. ഈ ലോകത്തുള്ള എല്ലാവരും തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മ പോയി അതിപ്പോൾ അവരെ പറഞ്ഞെങ്കിൽ പോലും അവർ ചെയ്യും. ഇപ്പം ഈ അനാഥാലയത്തിലൊക്കെ ഉള്ള അമ്മമാരോട് അവരുടെ മക്കൾ ഒത്തിരി ക്രൂരതകൾ ചെയ്തിട്ടായിരിക്കും അവർ ചിലപ്പോൾ അനാഥാലയത്തിൽ കിടക്കുന്നത്. എങ്കിലും അവരുടെ മക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. അല്ലെ, ഒരമ്മയ്ക്കും അങ്ങനെ പറ്റില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി ഇഷ്ടവും സ്നേഹവും പറച്ചിലും ഒക്കെ വെറും വാക്കുകളും പറച്ചിലും ഒക്കെ മാത്രമാണെന്നുള്ളത്. നമ്മുടെ ജാസി മോൻ്റെ കാര്യത്തിലേക്ക് വരട്ടെ. അങ്ങനെ നമ്മുടെ ജാസി മോൻ എന്താണെങ്കിലും നമ്മുടെ രേണുസുതിക്ക് ഭയങ്കര കട്ടയായിട്ട് സപ്പോർട്ട് ചെയ്തേ നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പം അത് മനസ്സിലായല്ലോ. ജാസിയും അങ്ങനെ പോയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. സോ അതുകൊണ്ട് കുഴപ്പമില്ല. ജാസിമിനെ കുഴപ്പമില്ല, അതൊരു പെണ്ണല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആരുടെ കൂടെ പോയാലും എങ്ങനെ പോയാലും ഒന്നും പുള്ളിക്കാരനൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ല. പക്ഷേ രേണുസുധീനെ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ ജാസിമിനെ ആദ്യം കല്യാണം കഴിച്ചു, ഓക്കെ അല്ല എന്നാൽ ഇനിയിപ്പോൾ നാളെ ഞാൻ പെണ്ണായേക്കാന്ന് പറഞ്ഞ് കുറച്ച് സാരിയൊക്കെ ചുറ്റി പെണ്ണായിട്ടുണ്ട്. അത് കുറച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കുറേ ആൾക്കാരും, എന്നിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാണമില്ലേ എന്നാണ് പറയുന്നത്. ആക്ച്വലി കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളൊന്നും ഇന്ന് ഒരു മെസ്സേജ് അയച്ചിട്ട് വരാമോ, മാനേജറിനെ ഇതാക്കിക്കോ കേട്ടോ, എനിക്ക് എത്ര രൂപ, എനിക്ക് 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയാണേ വേണ്ടത്, അതായിരിക്കും. പൈസ കിട്ടിയാൽ അപ്പം എന്തും ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പം രേണുസുതി അങ്ങനെയുള്ളവളല്ല, അല്ലെങ്കിൽ വിധവകളുടെ എന്താ പറയുക പ്രതിനിധി എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ വേണ്ടി വെറും നാണക്കേടാണ്. അങ്ങനെ പറയാൻ പാടില്ല ഇനി ആരും. ഇങ്ങനെയാണോ വിധവകളുടെ പ്രതിനിധിയൊക്കെ ചെയ്യേണ്ടത്? ആണോ അങ്ങനെയാണോ? അപ്പോൾ വിധവകളായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ആര് വിളിച്ചാലും യെസ് കോൺടാക്ട് മൈ മാനേജർ, അല്ലെങ്കിൽ ഒരു 200 രൂപ തന്നാൽ ഞാൻ ചായ കുടിക്കാൻ വരാം, അങ്ങനെയാണോ? അപ്പം പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചാഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.